നിനക്ക് ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ചുമ്മാ ഓരോ വയറും കെട്ടിവെച്ച് ആ യശോദമ്മയെ പറ്റിക്കാൻ നിൽക്കുമായിരുന്നോ? അത് മാത്രമല്ല, ഈ മായമയെ നിനക്ക് ഓൾറെഡി അറിയാമായിരുന്നല്ലോ. അവരെ നീ 1-2 തവണ കണ്ടിട്ടുമില്ലേ? പിന്നെ എന്തിനാണ് നീ അവരുടെ മുന്നിൽ പോയി കിടന്ന് ഈ സത്യം മുഴുവൻ വിളിച്ചു പറയാൻ നിന്നത്? ഈ നിനക്കാണോ ബുദ്ധി ഉണ്ടെന്ന് സമ്മതിച്ചു തരേണ്ടത്? കളിയാക്കല്ലേ ഏട്ടത്തി, കളിയാക്കല്ലേ ഏട്ടത്തി, കഷ്ടം തന്നെ. എടി, നീ എന്നോട് ചെയ്തൊക്കെ ഞാൻ മറന്നുപോയി എന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഇവിടെ ഈ സ്ലാബില് അവിടെയല്ലേ നീ എന്നെ തള്ളിയിട്ടത്? ഏട്ടത്തി പഴയതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. പഴയതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്, ഒന്നും ഞാൻ മറന്നുപോയിട്ടില്ല. അപ്പോഴൊക്കെ നിനക്കിട്ട് തിരിച്ചു തരാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറിക്കിട്ടി. നിനക്ക് കണക്കിന് അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ, സന്തോഷം. നീ എന്നെ ഉപദ്രവിച്ചപ്പോഴൊക്കെയും ഞാൻ അനുഭവിച്ചൊരു വേദനയുണ്ട്. അത് ഞാൻ പുറത്ത് കാണിക്കാറില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റപ്പെടുന്നതിന്റെ വേദന അത് നീയും കുറച്ചങ്ങ് അനുഭവിക്കേ. അവരെന്നെ മാത്രമല്ല നിങ്ങളെ ദ്രോഹിക്കും. എന്നെ ദ്രോഹിക്കുന്നത് അത് നീ വിട്, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നീ തൽക്കാലം നിന്റെ രക്ഷ നോക്ക്. ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചില്ലേ, കിട്ടുന്നതും കിട്ടി, ഇനി പോയിക്കോടെ. നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കും. അങ്ങനെ ആവട്ടെ മക്കളെ, അല്ലേ. ആ പഴയ ഫയറൊന്നും പോയില്ലല്ലോ. ഞാൻ വിചാരിച്ചു യശോദമ്മ പോയതോടുകൂടി ആവണി സോഫ്റ്റ് ആയിരുന്നു. സോഫ്റ്റ് ആവാനാ? എവളുടെയൊക്കെ എടുത്താ പറ്റിയ സാധനം തന്നെ. നാളെ ചേച്ചി ജോലിക്ക് പോകുമ്പോഴേ ഇപ്പൊ അഞ്ജനോട് സംസാരിച്ച ആ ഒരു മൂഡില്ലേ, അത് ഞാൻ പിടിക്കും. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ കുഞ്ഞെ? ഒന്നും പറയണ്ട, എല്ലാം സെറ്റാണ്. എങ്ങോട്ടേ ഇടിച്ചു കയറി പറഞ്ഞേ? ഞാനിവിടെ കിടക്കുന്നത്. ഇവിടെ? അതെന്താ അപ്പുറത്തോയി കിടന്ന? അപ്പുറത്ത് കിടക്കാൻ പറ്റില്ല, മാളുവിന്റെ റൂമിൽ ത്രിവേണിയും കൂടെ ഉണ്ട്. അതിന്? അതുകൊണ്ട് ഞാനിവിടെ കിടക്കുന്നതെന്ന്. എനിക്ക് നിങ്ങളോട് സംസാരിച്ച് കളയാൻ സമയമില്ല, രാവിലെ ജോലിക്ക് പോകാനുള്ളതാണ്. എനിക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ വേറെ വല്ലയിടത്തും പോയി കിടക്ക്. എടി എന്താ ഇവിടെ കിടക്കുന്നുണ്ടെ കിടക്ക, അല്ലെ വേറെ വല്ലയിടത്തും പോയി കിടക്ക്. ആ പോകുമ്പോ ലൈറ്റ് കൂടെ ഓഫ് ആക്കിയേക്ക്. നിങ്ങൾക്ക് എന്തുവാ വേണ്ടത്? അടുത്ത് നീ കിടക്ക്, എനിക്ക് എല്ലായിടത്തും പോയി കിടക്കാൻ പറ്റൊന്നുമില്ല, എന്റെ കാര്യം സുഖമില്ലാത്തതാണ്. ത്രിവേണി, ഞാൻ ഒന്നാമത് ലേറ്റായി, വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോയിട്ട് വരാവേ. എങ്ങോട്ടാ? നിങ്ങൾക്ക് വല്ല സംസാരിക്കാനുണ്ടെങ്കിൽ വന്നിട്ട് സംസാരിക്കും. ഞാൻ ഒന്നാമത് ലേറ്റ് ആയിരിക്കും. എനിക്ക് നിന്നോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. വളരെ ചുരുങ്ങിയ കാലം മാത്രമേ നീ ഈ ജോലിക്ക് പോകൂ. കാരണം ഉടനെ നിന്റെ ജോലി പോകും. നിങ്ങൾക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? അത്ര നിസ്സാരക്കാരിയായിട്ട് നീ എന്നെ കാണണ്ട. ഇന്ത്യക്കകത്തും പുറത്തും ബിസിനസ് ഉള്ള ആളാണ് ഞാൻ. അത് മാത്രമല്ല, ഇന്ത്യയിലെ പല മിനിസ്റ്റേഴ്സും എൻ്റെ സുഹൃത്തുക്കളുമാണ്. ഞാൻ വിചാരിച്ച ഗവൺമെൻറ് ഓഫീസിലെ വെറും ക്ലർക്കായ നിന്റെ പണികളെ എനിക്ക് എളുപ്പം. അത്രയും വലിയ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലേ പല പാവപ്പെട്ടവർക്കും ജോലി വാങ്ങിച്ചു കൊടുക്കാൻ നോക്കും. ഇത് ഞാൻ പഠിച്ചു വാങ്ങിയ ജോലിയാ. അത് കളയാൻ വേണ്ടി ഇവിടെ പലരും പല പണിയും പയറ്റി നോക്കി, പക്ഷെ നടന്നില്ല. ഇനി എൻ്റെ ജോലി കളയാൻ നോക്കി ആ മന്ത്രിമാരുമായുള്ള നല്ല ബന്ധം ഇല്ലാതാക്കണ്ട. ഇത് കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് വന്നിട്ട് സംസാരിക്കാം.
മോളെ ഞാൻ പോയിട്ട് വരാം. അവക്കെന്നെ ശരിക്കും അറിയില്ല. പണിയും പോയി തലയും മുണ്ടിട്ട് നടക്കുന്ന അവസ്ഥയിൽ ഞാൻ അവളെ എത്തിക്കും.